രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ കേസിൽ ബിജെപി വക്താവ് പ്രതി പ്രിന്റു മഹാദേവ് പോലീസിൽ കീഴടങ്ങി. പേരാമംഗലം പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയത്. പാർട്ടി പ്രവർത്തകർക്കൊപ്പമാണ് കീഴടങ്ങാനെത്തിയത്. സ്റ്റേഷനിൽ കീഴടങ്ങിയ പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. നിതിൻ സേവ്യർ ചേരുന്നു. നിതിൻ വിവരങ്ങൾ. ധന്യ, കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ചാനൽ ചർച്ചയിൽ ഇത്തരത്തിൽ പ്രിന്റു മഹാദേവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയത്. തുടർന്ന് വിഷയത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പരാതി നൽകിയിരുന്നു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് CR പ്രാണകുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. അതിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് ശ്രീകുമാർ CC നൽകിയ പരാതിയിലാണ് തൃശൂർ പേരാമംഗലം പോലീസ് പ്രിന്റു മഹാദേവിനെതിരെ കേസെടുത്തത്. പ്രിന്റു മഹാദേവ് ഒളിവിലാണെന്നായിരുന്നു രാവിലെ പോലീസ് പറഞ്ഞത്. പ്രിന്റുവിനെ കണ്ടെത്താനായി പോലീസ് BJP നേതാക്കന്മാരുടെയൊക്കെ വീട്ടിൽ വലിയ തോതിൽ പരിശോധന നടത്തിയിരുന്നു. BJP നേതാവ് സുരേന്ദ്രൻ ഐനിക്കുന്നത്തിന്റെയും സഹോദരൻ ഗോപിയുടെയും ഒക്കെ വീട്ടിൽ രാവിലെ ഈ പേരാമംഗലം പോലീസ് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഈ പരിശോധനയുടെ പേരിൽ BJP വലിയ തോതിലുള്ള പ്രതിഷേധവും നടത്തിയിരുന്നു. ഏതായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രിന്റു കീഴടങ്ങിയിരിക്കുന്നത്. അല്പസമയം മുൻപാണ് പ്രിന്റു മഹാദേവ് ഇത്തരത്തിൽ വലിയ മാർച്ചായിട്ടാണല്ലോ BJPക്കാർ പ്രിന്റുവിനെ കൊണ്ടുവന്നിരിക്കുന്നത് സ്റ്റേഷനിലേക്ക്. തീർച്ചയായിട്ടും BJP പ്രവർത്തകർക്കൊപ്പമാണ് ഇത്തരത്തിൽ പ്രിന്റു മഹാദേവ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. സത്യമേവ ജയതേ എന്നൊരു വാക്ക് മാത്രമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത്. പാർട്ടി പ്രവർത്തകർ ഒട്ടാകെ തന്നെ നേരത്തെ തന്നെ പ്രിന്റുവിനെ പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ പ്രിന്റുവിനെ സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല, പ്രതിരോധിക്കുന്നില്ല തുടങ്ങിയ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ നിന്ന് വന്നിരുന്നു. അതിന്റെ കൂടെ ഒരു ഭാഗമായാണ് പാർട്ടി ഒട്ടാകെ പ്രിന്റുവിനൊപ്പം നിൽക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കീഴടങ്ങാൻ എത്തിയപ്പോഴും പ്രിന്റുവിനൊപ്പം വളരെയേറെ പാർട്ടി പ്രവർത്തകരും ഇപ്പോൾ പേരാമംഗലം സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും പാർട്ടി പ്രവർത്തകർക്കൊപ്പം എത്തി കീഴടങ്ങിയ പ്രിന്റു മഹാദേവിനെ അല്പസമയത്തിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. തന്നെയാണ്.